അതുകൊണ്ടാണോ എന്നോട് പെട്ടെന്ന് പറഞ്ഞ നമ്മ പറഞ്ഞേ? പിന്നെ നിനക്ക് നിന്റെ ചേച്ചിമാര് വരുന്ന സന്തോഷമല്ലേ? എടാ നിനക്ക് ജ്യൂസ് എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മ. ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് സംസാരിക്കാനാ മോളുടെ ചേച്ചിമാര് വന്നിരിക്കുന്നത്. എന്തേലും കുഴപ്പമുണ്ടോ നയനച്ചി? ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി നിന്നോട് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോ നീ കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. അപ്പോ സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടല്ലോ. അനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവനൊപ്പം നിന്ന് നീയെല്ലാം കുളമാക്കരുത് എന്ന് പോലൊന്നുമില്ല. വാ ഞങ്ങൾ പറയാം. നീ വിഷമിക്കേണ്ട കനകെ. കല്യാണാലോചനയായി വന്നത് മോളുടെ സ്റ്റേഷനിലെ സിയാന്ന് അറിയുമ്പോ മോളുടെ മനസ്സ് മാറും. ഇപ്പൊ തന്നെ ഉണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ അയാൾ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല ഗോന്നേട്ടാ, ആ ജോൽസിന്റെ പ്രവചനം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുവാ. അത് കളകനകെ. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുള്ളത്? വേറൊന്നുമല്ല മോളെ, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെയാ. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നിനക്ക് പറ്റിയ ആളാ. എനിക്ക് പറ്റിയ ആളാണോ അല്ലയോന്ന് ഞാൻ കൂടെ അറിഞ്ഞിട്ട് പറയാൻ ചേച്ചി. അറിയാനൊന്നുമില്ല. ആളിവിടെ വന്ന് വീടും കണ്ടിട്ട് പോയി. ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ കല്യാണാലോചന നടന്നു അല്ലേ? അച്ഛനെ അമ്മ വന്ന് കണ്ടിട്ടാ പോയത്. അത് കഴിഞ്ഞ് പയ്യനെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്, നീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. ദേ, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. പയ്യനും പോലീസ് ഓഫീസറാ. അതും നിന്നേക്കാ കുറച്ച് ഗ്രേഡ് കൂടിയ ഓഫീസറാ. ആള് സിഐയാ. ഓ, ഞാൻ പോലീസുകാരെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും പോലീസ് ഓഫീസർക്ക് പോലീസ് ഓഫീസറല്ലേ മോളെ ചേരുന്നത്? ഈ ഡോക്ടർ കല്യാണം കഴിക്കുന്ന പോലെ. എനിക്ക് പോലീസ് ഓഫീസറിനെ ഒന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതിന് നിനക്ക് ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലല്ലോ. പക്ഷെ ഇനി നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ല. നിനക്കറിയാവുന്ന ആളാ ഈ സിഐ. നീ ഇപ്പൊ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ സിഐ സച്ചിനാ നിന്നെ കാണാൻ വന്നത്. ഓ, അത് ശരി. കുറച്ച് ദിവസമായിട്ട് അയാളുടെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ചില സംശയങ്ങൾ തോന്നിയതാ. പക്ഷെ അയാൾ പെട്ടെന്ന് എന്നോട് പോലും പറയാതെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് കല്യാണം ആലോചിക്കുന്നെന്ന് ഞാൻ കരുതിയില്ല. നിനക്കറിയാവുന്ന ആളല്ലേ, പിന്നെ എന്താ കുഴപ്പം? എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് മാത്രമല്ല, അയാൾ ഒരു ആറ് ബോറനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, നീ പിന്നെ ആരാ കണ്ടുവച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു. ദേ, അനി നീയായിട്ടുള്ള ബന്ധം കാരണം ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമാണോ? ഒരുത്തി ചാനലിലൂടെ എല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ നാണക്കേടായിരിക്കുവാ.